നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 മഹാഭാരതത്തിൽ യുധിഷ്ഠിര രാജസൂയം ഏറ്റവും വലിയ ഒരു സംഭവമായിരുന്നു. ലോകത്തിലെ സകല മഹാന്മാരും സമ്മേളിച്ച മഹാസംഭവം. ഋഷികളും മഹാരാജാക്കന്മാരും കലാകാരന്മാരും പണ്ഡിതന്മാരും എന്നിങ്ങനെ സർവ്വമഹാന്മാരും അണിനിരന്ന ആ ചടങ്ങിൽ ഒരു കുഴയ്ക്കുന്ന പ്രശ്നമുദിച്ചു. രാജസൂയത്തിൽ അഗ്നിപൂജ എന്നൊരു ചടങ്ങുണ്ട്. സന്നിഹിതരായവരിൽ സർവോത്തമനായ വ്യക്തിയെ കാൽ കഴുകി പൂജിക്കുന്നതാണ് ചടങ്ങ്. യുധിഷ്ഠിരൻ ഈ മഹാമാനവ സമൂഹത്തിൽ നിന്നും ആരെ അഗ്രപൂജയ്ക്ക് തിരഞ്ഞെടുക്കണമെന്ന് ചോദിച്ചു. സമസ്ത ശാസ്ത്ര പാരംഗതനും വയോവൃദ്ധനുമായ കൗരവ പിതാമഹൻ ഭീഷ്മർ രണ്ടാമതൊന്നാലോചിക്കാതെ നിർദ്ദേശിച്ചത് ശ്രീകൃഷ്ണനെ ആയിരുന്നു. അന്നു മുതൽ ഇന്നോളം ഭൂമുഖത്തുവാണ സർവോത്തമ വ്യക്തിത്വമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ മനീഷ പഞ്ചകം ആലപിക്കുന്നത് കേൾക്കാം. യാതിർയଂ നരദേവതാഭിരഹമിത്യന്ത സ്ഫുടാഗൃഹ്യത്തെ യദ്ഭാസ ഹൃദയാക്ഷദേഹവിഷയ ഭാന്തി സ്വതോ ചേതനാഃ താം ഭാസ്യൈഃ പിഹിതാർക്കമണ്ഡലനിഭാം സ്ഫൂർത്തിം സദാ ഭാവയൻ യോഗി നിർവൃതമാനസോ ഹി ഗുരുരിത്യേഷ മനീഷാ മമ. ഇനി ശങ്കര സ്തോത്രാമൃതം. ആത്മാവ് ആർക്കും തന്നെ അത്യന്തം അജ്ഞാന വസ്തുവല്ല. മറിച്ച് പ്രതിദിനം ഏറ്റവും അധികം ഏവരാലും ഉപയോഗിക്കപ്പെടുന്ന ഞാൻ എന്ന ശബ്ദത്തിന് അവലംബമായ അധിഷ്ഠാനമാണ്. എൻ്റെ ശരീരം, എൻ്റെ പേര്, എൻ്റെ വീട്, എൻ്റെ ഇന്ദ്രിയം തുടങ്ങിയ എൻ്റെ എന്നുള്ള സർവ്വവ്യവഹാരങ്ങൾക്കും അടിസ്ഥാനം ഞാൻ എന്നാകുന്നു. ശ്രീ ശങ്കരാചാര്യരുടെ മനീഷ പഞ്ചകത്തിലെ 4-ാം ശ്ലോകത്തെ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് നമുക്ക് കേൾക്കാം. ശങ്കരകൃതികളിൽ മനീഷ പഞ്ചകത്തിൽ 3-ാമത്തെ ശ്ലോകം നമ്മൾ ശ്രദ്ധിച്ചു. അവിടെ ഈ വിശ്വമഖിലവും ശാശ്വതമായി തന്നെ നശ്വരമാണ്. ശശ്വന്നശ്വരമേവ വിശ്വമഖിലം. ഇത് ഗുരുനാഥൻ്റെ വാക്കിൽ നിന്ന് നിശ്ചയിച്ചു. തത്വ ജിജ്ഞാസുവിന് ഏകാശ്രയം ഗുരുവാണ്. ശ്രോത്രിയനും ബ്രഹ്മനിഷ്ഠനുമായ ഗുരു, സ്വാനുഭൂതി സമ്പന്നനായ ഗുരു. ആ ഗുരുനാഥൻ്റെ സംശയരഹിതമായ ഉപദേശങ്ങൾ കേട്ട് നിശ്ചയിച്ചുറപ്പിക്കുകയാണ്.
ഈ വിശ്വം നശ്വരമാണെന്നും നിത്യമായത് ബ്രഹ്മം മാത്രമാണെന്നും നിരന്തരം വിമർശനം ചെയ്ത് വിചാരം ചെയ്ത്. എങ്ങനെയാണ് വിചാരം ചെയ്യുന്നത്? എന്തുകൊണ്ടാണ്? നിർവ്യാജ ശാന്താത്മന, എല്ലാ വ്യാജങ്ങളും മായാഭാവങ്ങളും നീങ്ങിയ ശുദ്ധമായ അന്ധക്കരണം കൊണ്ട് വിചാരം ചെയ്ത് കഴിയുന്ന ആൾ. അയാളാൽ ഭൂതവും ഭാവിയുമായ എല്ലാ ദുഷ്കൃതങ്ങളെയും സുഹൃത ദുഷ്കൃതങ്ങളെയും ദഹിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. അയാളെ സംബന്ധിച്ച് കർമ്മങ്ങൾ ശേഷിക്കുന്നില്ല. അപ്പം ആ സ്ഥിതിയിൽ എങ്ങനെ അയാൾ കഴിയുന്നു എന്നുള്ള ചോദ്യത്തിന് മറുപടി പ്രാരബ്ധാനുസൃതം കഴിയുന്നു. എന്താണോ പ്രാരബ്ധം അത് പ്രവർത്തിക്കട്ടെ എന്ന ഭാവത്തോടു കൂടി തീർത്തും സാക്ഷിഭാവത്തിൽ ജീവിതത്തെ നോക്കി കണ്ടുകൊണ്ട് ആന്തരികമായി ഒന്നിനോടും സംഘമില്ലാതെ അയാൾ കഴിയുകയാണ്. മനസ്സിൻ്റെ സങ്കല്പ വികല്പാത്മക ഭാവത്തിനുപരി ബുദ്ധിയുടെ നിശ്ചയാത്മികമായ ബോധമാണ് വാസ്തവത്തിൽ മനീഷ. എൻ്റെ നിശ്ചിത ബുദ്ധി ഇതാണ് എന്ന് ഉറച്ച് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. തുടർന്ന് നമ്മൾ 4-ാമത്തെ ശ്ലോകത്തിലേക്ക് പോകുന്നു. യാ തിര്യങ് നരദേവതാഭിരഹമിത്യന്തസ്ഫുടാ ഗൃഹ്യത്തെ യദ്ഭാസാ ഹൃദയാക്ഷദേഹവിഷയാ ഭാന്തിസ്വതോ ചേതനാ താം ഭാസ്യൈ ഹിതർക്കമണ്ഡലനിഭാം സ്ഫൂർത്തിം സദാ ഭാവയൻ യോഗീ നിർവൃതമാനസോ ഹി ഗുരുരിത്യേഷാ മനീഷാ മമ. നിർവൃതമാനസഃ ഗുരുഃ അഥവാ നിർവൃതമാനസഃ യോഗീ ഗുരുഃ ഇത് മമ മനീഷ. നിർവൃതമാനസനായ യോഗി ഗുരുവാണെന്നാണ് എൻ്റെ ഉറച്ച അഭിപ്രായം. അപ്പം അവിടെ നമ്മൾ 1-2 ശ്ലോകങ്ങളിൽ പറഞ്ഞ ആശയത്തെ ചേർത്താൽ നിർവൃതമാനസനായ യോഗി ലോകദൃഷ്ട്യാ ചണ്ടാളനാവട്ടെ, ലോകദൃഷ്ട്യാ ദ്വിജനാകട്ടെ, എൻ്റെ അഭിപ്രായത്തിൽ അയാൾ ഗുരുവാണ്. ഇതാണ് എൻ്റെ നിശ്ചിതമായ ബോധം. ഇതാണ് പ്രഖ്യാപിക്കുന്നത്. എങ്ങനെയുള്ള ആളാണ് ഗുരു? പറയുന്നു, യാ തിര്യങ് നരദേവതാഭിരഹമിത്യന്തസ്ഫുടാ ഗൃഹ്യത്തെ. യാതൊന്ന് തിര്യങ് നരദേവതാഭിഹി, തിര്യക്കുകളാലും നരന്മാരാലും ദേവതകളാലും എല്ലാം അഹം ഇതി ഞാൻ എന്ന് സ്ഫുടതരമായി അന്തഃ ഗൃഹ്യത്തെ ഉള്ളിൽ ഗ്രഹിക്കപ്പെടുന്നുവോ. ഇപ്പം തിര്യക്കുകളാലും മനുഷ്യന്മാരാലും ദേവതകളാലും ഞാൻ എന്ന് യാതൊന്ന് ഉള്ളിൽ ഗ്രഹിക്കപ്പെടുന്നുവോ, യദ്ഭാസ യാതൊന്നിൻ്റെ പ്രകാശം കൊണ്ട് ഹൃദയാക്ഷദേഹ വിഷയാഹ, ഹൃദയ അക്ഷ ദേഹ വിഷയങ്ങൾ, അന്തഃകരണം, ഇന്ദ്രിയങ്ങൾ, ശരീരം തുടങ്ങിയ വിഷയങ്ങൾ എന്താണവ? അചേതനാഹ. വാസ്തവത്തിൽ അവ അചേതനങ്ങളാണ്. അചേതനങ്ങളായ ഇവയെല്ലാം ഭാന്തി പ്രകാശിക്കുന്നത്. 3-ാമത് പറയുകയാണ്, താം അതിനെ സ്ഫൂർത്തിം, ആ സ്ഫൂർത്തിയെ, ആ പ്രഭയെ. ഏത് പ്രഭയെ? പിഹിതാർക്കമണ്ഡലനിഭാം സ്ഫൂർത്തി. പിഹിതമായ മറയ്ക്കപ്പെട്ട സൂര്യമണ്ഡലം പോലെയുള്ള ആ പ്രഭയെ ആരാണോ വിചാരം ചെയ്യുന്നത്, ഭാവയൻ. അതെങ്ങനെയാ മറയ്ക്കപ്പെട്ടതിനെ ഭാവന ചെയ്യുക? മറുപടി ഭാസ്യൈഹി, ഭാസിക്കപ്പെടുന്നവയാൽ ആര് ആ സ്ഫൂർത്തിയെ ഭാവന ചെയ്യുന്നുവോ. നിർവൃതമാനസനായ യോഗി ഹി നിശ്ചയമായും ഗുരുവാണ്. ഇതി ഏഷാ മമ മനീഷ, ഇതാണ് എൻ്റെ മനീഷ. ഞാൻ ഉറച്ചു മനസ്സിലാക്കുന്നത് ഇതാണ്. ഇങ്ങനെയെല്ലാമുള്ള ഗുരു, ഇങ്ങനെയെല്ലാമുള്ള യോഗി, ഇങ്ങനെയെല്ലാമുള്ള നിർവൃത മാനസൻ ഗുരുവാണ്. ഈ ശ്ലോകം നമുക്ക് വിശദമായി ചിന്തിക്കേണ്ടതുണ്ട്.
അടുത്ത പ്രാവശ്യം ആവട്ടെ. തുടർന്ന് സനാതനധർമ്മം. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും എൻ്റെ പ്രണാമം. ഭാഗവതം ദശമസ്കന്ധം. സ്വയം സമുദ്ധീര്യ സുദുസ്തരം ദ്യുമൻ ഭവാർണവം ഭീമം അദഭ്രസൗഹൃദാഃ ഭവത്പദാംബോരുഗ നാവമത്രതേ നിധായ യാദാ സദനുഗ്രഹോ ഭവാൻ. പറയാണ് ദ്യുമൻ, അല്ലയോ പ്രകാശസ്വരൂപനായിരിക്കുന്ന അല്ലയോ ഭഗവാനെ, സുദുസ്തരം ഏറ്റവും ദുസ്തരമായിരിക്കുന്നു, ഭീമം ഭയങ്കരമായിരിക്കുന്ന, ഭവാർണവം ഈ സംസാര സമുദ്രം, സുഖദുഃഖങ്ങൾ മുഴുവൻ നിറഞ്ഞിരിക്കുന്നതാണ് ഈ സംസാര സമുദ്രം. സംസാര സമുദ്രം കടക്കുക എന്നുള്ളത് വളരെ പ്രയാസമാണ്. കാര്യം എന്താ? ഈ സുഖദുഃഖങ്ങളിൽ നമ്മളെ ബന്ധിച്ചിരിക്കുകയാണ്. ഒരു പശുവിനെ ഒരു കുറ്റിയിൽ കെട്ടിയാൽ അതിൻ്റെ കയറിൻ്റെ നീളം വരെ അതിന് പോകാൻ പറ്റുന്ന പോലെ മമതാബുദ്ധിയോടുകൂടിയുള്ള ബന്ധങ്ങളിൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും. ആ ബന്ധനത്തിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് മോചിക്കുവാൻ സാധിക്കില്ല. ആ മോചനം സാധിക്കാത്തിടത്തോളം കാലം ബന്ധനസ്ഥരായിരിക്കുന്ന ആർക്കും തന്നെ ഈ സംസാര സാഗരത്തെ മറുകര താണ്ടുവാനും സാധിക്കില്ല. അപ്പോൾ ഈ സുഖദുഃഖങ്ങളിൽ നിന്ന്, ഈ സുഖവും ദുഃഖവും ശാശ്വതമല്ല, അത്യാനന്ദം ഭഗവതാനന്ദം നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിരന്തരമായ ഭഗവത് ഭജനം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ തന്നെ വേണം. നമ്മളെപ്പോഴും രാമകൃഷ്ണ പരമഹംസദേവൻ പറയും, ഒരു സന്യാസി 2 മണ്ണ് വൈക്കോലാണ് ചുമന്നത്. ഒരു ഗൃഹസ്ഥനെന്ന് പറഞ്ഞാൽ 1 മണ്ണ് വൈക്കോലും അത്രയും ഭാരമുള്ള ഇരുമ്പും ആണ് എന്ന് പറഞ്ഞാൽ അത്രയും ഭാരമാണ് ഈ സംസാര സാഗരത്തെ താണ്ടുവാൻ ശ്രമിക്കുന്ന ആളുകൾ ബന്ധത്തിൻ്റെ നടുക്കിരുന്നുകൊണ്ട് ഭജനം ചെയ്യുമ്പോൾ കിട്ടുന്നത്. അതുകൊണ്ട് ഈ സംസാര സമുദ്രത്തെ ബന്ധിപ്പിച്ചിരിക്കുന്ന മമതാബുദ്ധിത്വം, അതിനെ അതിജീവിക്കുക അത്ര എളുപ്പമല്ല. അത് ഭഗവത് അനുഗ്രഹമുണ്ടെങ്കിൽ ദുസ്തരമായിരിക്കുന്നതിനെയും മറുകര താണ്ടുവാൻ നമുക്ക് സാധിക്കും. ദേവന്മാർ പ്രാർത്ഥിക്കുകയാണ്. പിന്നെന്താ? സ്വയം താനേ തന്നെ സമുദ്ധീര്യ സുഖമായി കടന്നിട്ട് അദഭ്രസൗഹൃദാഹ അധികം സൗഹൃദമുള്ളവരായ അവർ ഭവത്പദാംബോരുഗ നാവം അങ്ങയുടെ പാദപത്മമാകുന്ന കപ്പലിനെ, ഭഗവാന്റെ പാദത്തെ ആശ്രയിച്ച് ആ കപ്പലിലേക്ക് കയറി യാത്ര ചെയ്യുന്നവർക്ക് മാത്രമേ ഈ ലോക സുഖദുഃഖങ്ങളിൽ നിന്ന് മറുകര താണ്ടുവാൻ സാധിക്കുകയുള്ളൂ. അത് അത്ര ഇവിടെ നിധായ വെച്ചിട്ട് യാദാഹ പോയിരിക്കുന്നു. ഭവാൻ നിന്തിരുവടി സദാനുഗ്രഹ സത്തുക്കളിൽ അനുഗ്രഹത്തോടു കൂടിയവനാകുന്നു. സദാ അനുഗ്രഹിക്കുന്നവനാണ് ഭഗവാൻ. സജ്ജനങ്ങളെ അനുഗ്രഹിക്കുന്നവനാണ്. ഏറ്റവും വളരെ ശാരീരികവും മാനസികവുമായിട്ട് വളരെയധികം ക്ലേശങ്ങളാണ് ഇതിനെയൊക്കെ നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്കുണ്ടാകുന്നത്. ഭൗതിക വ്യവഹാരത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോൾ മനസ്സ് ആ നിയന്ത്രണത്തെ ഇഷ്ടപ്പെടില്ല. എന്തുകൊണ്ട്? ഇന്നലകൾ വരെ ഭൗതിക വ്യവഹാരത്തിലാണ് ഞാൻ പെട്ടിരുന്നത്. നാളെ ഇന്ന് ഞാൻ അതിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സ് അതിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് വരണമെന്നില്ല. അതിൽ തന്നെ ഇരിക്കാനാണ് മനസ്സിനെപ്പോഴും സുഖം തോന്നിക്കുന്നത്. ഒരാളോട് പറയുക ദേഷ്യപ്പെടരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദേഷ്യപ്പെടാനാണ് അയാൾക്ക് വീണ്ടും വീണ്ടും പ്രേരണ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കാര്യം എന്താ? ഇന്നലെ ചെയ്ത അബദ്ധങ്ങൾ ഒക്കെ തന്നെയാണ് അതിന് കാരണം. വീണ്ടും വീണ്ടും അതിലേക്ക് നമ്മൾ പ്രയാണം ചെയ്തുകൊണ്ടിരിക്കും. ഇനി ഒരാളോട് ഷുഗറുണ്ട്, മധുരം കഴിക്കരുതെന്ന് പറഞ്ഞാൽ ആഗ്രഹിച്ചു പോകുന്നു മധുരം കഴിക്കാൻ. എന്തുകൊണ്ട്? എല്ലാ ദിവസവും സുഖപൂർണ്ണമായിട്ട് അതാണ് അനുഭവിച്ചു കൊണ്ടിരുന്നത്. അതുകൊണ്ട് നമ്മുടെ ഓരോരോ അനുഭവങ്ങളെ മാറ്റിമറിക്കണം. ഓരോ അനുഭവങ്ങളിൽ നിന്ന് ഇതൊന്നുമല്ല, ഈ അനുഭവങ്ങളൊന്നുമല്ല ശാശ്വതമായ സത്യത്തെ വെളിപ്പെടുത്തുന്നതെന്ന് വിചാരം ചെയ്തുകൊണ്ട് ഈശ്വര അനുഗ്രഹമുണ്ടായി ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടി കർമ്മം ചെയ്യുന്നവർക്ക് കിട്ടുന്ന അനുഭവമാണ് ഏറ്റവും നല്ല അനുഭവം എന്ന് വിചാരം ചെയ്ത് അവരെ ആശ്രയിച്ചുകൊണ്ട് ഉപദേശങ്ങൾ തേടി സജ്ജനമായി തീർന്ന് ഭഗവത് പാദാംബുജത്തെ ആശ്രയിച്ച് മറുകര താണ്ടുവാൻ സാധിക്കുന്നവർക്കാണ് സുഖം ലഭിക്കുന്നത്. അതുകൊണ്ട് സുഖം ലഭിക്കുവാൻ ഏറ്റവും ഉത്തമമായ മാർഗം ഭഗവത് പാദാരവിന്ദത്തെ
പ്രാപിക്കുക എന്ന്. ദൈവമേ കാത്തുകൊൾകങ്ങ് കൈവിടാതിങ്ങ് ഞങ്ങളെ നാവികൻ നീ ഭവാപ്തിക്കൊരാവിവൻ തോണി നിൻപദം എന്ന് വളരെ സരളമായ ഭാഷയിൽ ദൈവദശകത്തെ ശ്രീനാരായണ ഗുരുദേവനും എഴുതിയിരിക്കുന്നത് നമ്മൾ ഓർക്കുക. അല്ലയോ ദൈവമേ, അങ്ങാണ് ഞങ്ങളെ സംരക്ഷിക്കേണ്ടത്. ഈ സംസാര അബ്ധിയെ മറുകര താണ്ടുവാൻ അങ്ങയുടെ പദം, അങ്ങയുടെ പാദത്തെ അല്ലെങ്കിൽ അങ്ങയുടെ വാക്കുകളെ ഞാൻ ആശ്രയിക്കുന്നു, അങ്ങയുടെ ഉപദേശങ്ങളെ ഞാൻ ആശ്രയിക്കുന്നു. ഈ മറുകര താണ്ടുവാൻ വേറെ ഒരു വഴിയുമില്ല എന്നുള്ള കാര്യവും അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പം ആശ്രയിക്കുന്നവരുടെയൊക്കെ അറിവില്ലായ്മയാകുന്ന അന്ധകാരത്തെ ഇല്ലാതാക്കുന്ന ഭഗവാൻ അതിനെ നിശേഷം നമ്മളിൽ നിന്ന് നശിപ്പിച്ചുകൊണ്ട് ഭഗവത് പ്രാപ്തിക്ക് ഉപകാരമാം വിധം ഭഗവത് അനുഗ്രഹം, ദിവ്യ കടാക്ഷം ഉണ്ടാക്കി തരുന്നു ഭഗവാൻ. അപ്പോൾ എല്ലാവരും ഭക്തിയോടുകൂടി പ്രാർത്ഥിക്കുകയല്ലാണ്ട് മറ്റൊരു വഴി ഉപായമില്ല എന്നുള്ളതാണ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ സജ്ജനങ്ങളും ഭഗവാന്റെ പാതാരവിന്ദത്തെ ആശ്രയിക്കുക. ആ കപ്പൽ ദേ തയ്യാറായിരിക്കുന്നു. അത് കയറി ഈ സംസാര ദുഃഖത്തിൻ്റെ മറുകര താണ്ടുക. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രത്തെ ജപിച്ചുകൊണ്ടേയിരിക്കുക. കടക്കുന്നവരെ ഈ സംസാര സാഗരത്തെ കടക്കാനുള്ള ഉപായം അതുതന്നെയാണ്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. ഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്.
ശിവതാണ്ഡവ ശിവഗംഗ ഭൈരവ ശിവശങ്കര ശിവതാണ്ഡവ ശിവഗംഗ ഭൈരവ ശിവശങ്കര ശിവതീർത്ഥ കൈലാസ ജഗദീശ്വര ശിവശംഭോ ശിവതീർത്ഥ കൈലാസ ജഗദീശ്വര ശിവശംഭോ മഹേശ്വര രാമേശ്വര പരമേശ്വര വിശ്വേശ്വര ശിവതാണ്ഡവ ശിവഗംഗ ഭൈരവ ശിവശങ്കര ശിവതാണ്ഡവ ശിവഗംഗ ഭൈരവ ശിവശങ്കര ഹര 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 മഹാദേവ ഹര ഹര മഹാദേവ സോമനാഥ മല്ലികാർജുന മഹാകാളേശ്വര ഓം ഗുരു ദക്ഷിണാമൂർത്തെ പരമഗുരുവേ സോമനാഥ മല്ലികാർജുന മഹാകാളേശ്വര ഓം ഗുരു ദക്ഷിണാമൂർത്തെ പരമഗുരുവേ ജഗന്മോഹന ദിഗംബര സംഹാര കാലഭൈരവ ഡമരുഗതാളമേളം ശിവതാണ്ഡവമേളം മഹേശ്വര ലിംഗേശ്വര സോമേശ്വര ശിവ 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 ഓംകാരേശ്വര ശിവതാണ്ഡവ ശിവഗംഗ